അപ്പോൾ നമ്മൾ എലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈദ എടുക്കണം കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടി ഇത് തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് 1/2 കിലോൻ്റെ പൊടിയാണ്. അര കിലോ മൈദ മുഴുവൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പരത്തുന്ന സമയത്ത്. അത് നമുക്ക് വേണമെങ്കിൽ ആ പൊടി വെച്ച് പരത്താം, അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്തും പരത്താൻ പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മുഴുവൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഉപ്പ് പഞ്ചസാരയും ഇതിലിട്ടിട്ട് കുതിർത്തിയെടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉപ്പ് പഞ്ചസാര ഒരു ചെറിയ ഗ്ലാസ്സിലെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ മുഴുവൻ മെൽറ്റ് ചെയ്തിട്ട് കുതിർത്തി എടുത്തിട്ട് ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നെയ്യിട്ടാ, കുറച്ച് മതി, ഒരു സ്പൂൺ മതി. പകുതി നാരങ്ങ ഫുള്ള് പിഴിയുന്നില്ല, കുറച്ചൊരു നീര് പിഴിയുന്നുണ്ട്. ഈ നാരങ്ങ എന്തിനാണ് പിഴിയുന്നത് വെച്ചാൽ ആ വൈറ്റ്നസ് കിട്ടാനാണ് പൊറോട്ടയുടെ. നിർബന്ധമില്ല, നാരങ്ങ കിട്ടാൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണം കിട്ടാൻ മതി. ഞാൻ ജസ്റ്റ് ഇടുന്നത് ആ വെള്ള കളർ ഒന്നുകൂടി എടുത്ത് കാണിക്കാനാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത്, നെയ്യും പാലും മുട്ടയും. നിങ്ങൾക്ക് ഇതുപോലെ ഇതിനകത്ത് വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേപോലെ ഇതിൽ കുഴച്ചെടുക്കണം. ഞാൻ നല്ലപോലെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് പൊടി മാറ്റി വെക്കണം, കാരണം വെള്ളം കൂടുക കുറേ നീ ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പൊടി ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം 1/2 കിലോ മുഴുവൻ എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ എല്ലായിടത്തും മാവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പും പഞ്ചസാരയും പാലും വെള്ളവും ഒക്കെ മിക്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളവും എണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കും. നമ്മുടെ മാവ് ഇതുപോലെ അമർത്തി കൊടുക്കണേ. ഇതിനുള്ളിൽ ഒരു തരി എയർ പാടില്ല. ചപ്പാത്തി മാവ് ഇതുപോലെ കിട്ടില്ല, മൈദയ്ക്ക് മാത്രമേ ഈ ഒരു റബ്ബർ പോലത്തെ എലാസിറ്റി ഉള്ളൂ. ഇതുപോലെ നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ ഇതിനെ കുഴച്ചെടുക്കണം. അപ്പോഴേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റായിട്ടും വരുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റോളം ഇങ്ങനെ ഇതന്നെ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും മാവ് നല്ലപോലെ നല്ല പരുവത്തിൽ മിക്സായി കിട്ടും. ചിലർ ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ ഇടും, ഞാനപ്പോൾ അതൊന്നും ഇടുന്നില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോ കൊറോണ ഗോ ഗോ ഗോ. നമ്മളെ പൊറോട്ടയുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട, ഭയങ്കര സോഫ്റ്റ് ഒരു മാർബിൾ ഫിനിഷ് ആയിട്ടുണ്ട. അപ്പോൾ ഇത് നമ്മൾ അത്ര നേരം 10 മിനിറ്റോളം കുഴച്ചുകൊണ്ടാണ് ഇങ്ങനെ പരുവത്താവണം. കഴിഞ്ഞ വട്ടം ഞാൻ ചെയ്തപ്പോൾ അത്രയും ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മ ഉണ്ട്. ഈ പക്ഷേ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ബോൾ പോലെ ആക്കി എടുക്കാം. നമ്മളിതുപോലെ ബോളാക്കിയിട്ട് ഇതിലൊന്ന് എണ്ണ വെച്ച് കൊടുത്തിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. ഒരു 15-20 മിനിറ്റ് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ അതൊന്നും കൂടി സോഫ്റ്റ് ആവും. കുറച്ച് എണ്ണ എടുക്കുക, ഏത് എണ്ണ വേണമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് ഏതാണ് കുഴപ്പമില്ല. ഹോട്ടലിലൊക്കെ ഡാൽഡയാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഡാൽഡയെക്കാട്ടും നല്ലത് വെളിച്ചെണ്ണയോ വീട്ടിലെ എണ്ണയൊക്കെയാണ്. നന്നായിട്ട് ഇനി ഇവിടെ കുറച്ചേരം ഇരിക്കട്ടെ. ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നല്ല മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനഞ്ഞ തുണി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റായിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കും. ഞാനൊരു 20-25 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കി എടുത്തിട്ട്
പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അരമണിക്കൂറായിട്ടുണ്ട് മാവ് വെച്ചിട്ട്. ഇടയിൽ കൂടെ കാർത്തി ചിക്കൻ കറി വെച്ചുകൊണ്ട് സമയം വൈകി. അരമണിക്കൂർ മേലെയില്ലേ കാർത്തി? നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ ബോൾ ആക്കാൻ സമയത്ത് ഈ മാവിനെ വെച്ചിട്ട് തള്ള വിരലോണെങ്കിൽ പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ എയർ കയറില്ല. അപ്പോൾ നമുക്ക് ഈ ബോൾ എയർ ഇല്ലാതെ കിട്ടും. അങ്ങനെ നമ്മളെല്ലാം ഈക്വലി ബോളാക്കി എടുക്കുക. നമ്മളിതെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ആക്കേണ്ടത്. എന്താ വെച്ചാൽ പരത്തുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ നമ്മൾ പരത്തുന്ന ഏരിയയിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ കിച്ചൺ ടോപ്പ് ആയതുകൊണ്ട് സൗകര്യമാണ്. അല്ലാത്തവർ ചപ്പാത്തി പാലൊക്കെ പരത്തുവാണെങ്കിൽ അവർ നല്ലപോലെ എണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് നല്ലപോലെ നൈസായിട്ട് പരത്തി എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടി വിതറാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചാലും മതി. കൈ കൊണ്ട് ഇടയ്ക്ക് ഷേപ്പ് ഔട്ടാവുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നമ്മുടെ ആ ഷേപ്പിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ കൊണ്ടുവരുമ്പോൾ ഈ മൈദ ഈക്വലായിട്ട് എല്ലായിടത്തേക്കും പോകണം. അല്ലെങ്കിൽ ഒരു സൈഡ് കട്ടി വിടും, ഒരു സൈഡ് കട്ടി കുറയും. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ കൈ കൊണ്ട് ആക്കി കൊടുക്കുക, ഒഴിച്ചു കൊടുക്കരുത്. ഹോട്ടലൊക്കെ ഡാൽഡ യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന. ഒരു കത്തി എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ വരയുക. ഇപ്പോൾ ഇത് കിട്ടും. ഇതിനെ നമ്മളിങ്ങനെ പൊറോട്ടയുടെ ആ ഷേപ്പിൽ റോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഈ എൻഡില്ല, ഇതിൻ്റെ എൻഡ് മടക്കി താഴോട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ചുട്ട് വരുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും. ഞാൻ എപ്പോഴും ഇതിനെ വട്ടത്തിൽ പരത്താൻ നോക്കില്ല. ഞാൻ ഒരു സ്ട്രെയിറ്റ് റെക്ടാങ്കിൾ ഷേപ്പ് ആക്കിയിട്ട് എന്താ പറയുക ഇതുപോലെ ആക്കിയിട്ട് ഇതിനെ പരത്തി കൊടുക്കുക. അപ്പോൾ എനിക്ക് ചില ലെങ്ത്ത് കറക്റ്റ് കിട്ടും. ഇടയ്ക്ക് കൈ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ആ ഷേപ്പ് നമ്മുടെ റെക്ടാങ്കിൾ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എണ്ണ കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എണ്ണ ഇട്ട് കൊടുക്കുക. നല്ല നൈസ് ആക്കണം കണ്ടത്. ഇപ്പോൾ ഇവിടേക്കാണ്. ഇപ്പോൾ ഷേപ്പ് പോകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊട്ടുമൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യൂടെ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനെ നമുക്കൊരു സൈഡിൽ നിന്ന് റോൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ പൊറോട്ട എല്ലാം ചുട്ടി കറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കും. അപ്പോൾ ഈ ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇത് പരത്തി ഇങ്ങനെ വരുമ്പോഴേക്കും 10-15 മിനിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കുവാണെങ്കിൽ കറക്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ് എടുക്കുക. കൈ കൊണ്ട് തന്നെ അങ്ങനെ പരത്തിയാൽ മതി. എന്നിട്ട് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ച് തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് മാക്സിമം വട്ടമാക്കുക. എന്നിട്ട് ജസ്റ്റ് കട്ടി കൊടുക്കുക. പയ്യെ മറച്ചിടണം, അല്ലെങ്കിൽ ഈ ലെയർ ചെയ്താൽ പൊട്ടിപ്പോകും. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് എണ്ണ തൂക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്റ്റൈൽ വേണമെങ്കിൽ, ടേസ്റ്റ് വേണമെങ്കിൽ ഡാൽഡ ഇടാം. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു. പൊറോട്ടയൊക്കെ ചുട്ടെടുത്ത് നമുക്ക് ഇനി എന്താ ചെയ്യുന്നത്, പൊറോട്ട അടിക്കണം. കുറച്ച് കയ്യിൽ എണ്ണ ആക്കിയിട്ടുണ്ട്. ഇതാ പൊറോട്ട, കുറച്ച് പൊറോട്ട എടുക്കാം. ഇവിടെ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ നമ്മൾ ഇത്തിരി അടിച്ചെടുക്കണം. ചൂടുണ്ടാവും, അപ്പോൾ നോക്കി ചെയ്യാൻ കൈ കൊള്ളും. ഇതാണ്ട് അപ്പോൾ നമ്മുടെ പൊറോട്ട ലെയർ എല്ലാ ലെയർ വരുന്നത് നല്ല സോഫ്റ്റ് ലെയറാണ്. സാധനം സക്സസ്. നമ്മളെന്തായാലും ഹോട്ടലുകാരൻ്റെ അത്രയ്ക്കൊന്നും എത്തില്ല. കാരണം നമുക്ക് പൊറോട്ട അടിയിൽ വലിയ എക്സ്പീരിയൻസും ഇല്ല.
എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് പൊറോട്ട വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്നെസ് കാണാൻ കണ്ട. ഇനി നമുക്ക് അടുത്തെടുക്കാം, ഇതും അടിച്ചെടുക്കാം. പൊറോട്ട കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. എന്താ വൈഫ് എന്ത് ചിക്കൻ കറി ഉണ്ടാക്കിയത് കറക്റ്റ്? എന്ത് ചിക്കൻ? ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റും പൊറോട്ട. ബീഫാണ് കിട്ടേണ്ടത്. ബീഫ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടുന്നില്ല. ചിക്കൻ റോസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ റോസ്റ്റ് നന്നായിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാൽ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.